ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ, ഭാഗം 2322. ഇന്ന് മെയ് മാസം 10-ാം തീയതി, ഈ ആണ്ടിലെ 130-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. അതെ, പുലർച്ചെ മുതലേ നമ്മൾ കുറെ കൂടി ആക്റ്റീവാണ്. ദേവാലയത്തിൽ എനിക്ക് എന്നെ തന്നെ ഒന്ന് പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ചില പ്രകടനങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടതുണ്ട്. ഇതിനേക്കാളും അപ്പുറത്ത് ഞായറാഴ്ച എന്നാണ്, എങ്ങനെയാണ്, എപ്പോൾ മുതലാണ് എനിക്കൊരു പ്രകാശത്തിന്റെ സ്നേഹാനുഭവമായി മാറുന്നു. കുറച്ചുകൂടി ഒരു ആഴപ്പെട്ട ഒരു ദൈവബോധം ഉള്ളിലൊന്ന് കൊണ്ടു നടക്കാനായിട്ട് ഞായറാഴ്ചകൾ എന്നെ സഹായിക്കുന്നുണ്ട്. ക്രിസ്തുയേശുവിലെ അത് തീർച്ചയായും ആഴമേറിയ ഒരു ദൈവബോധം എപ്പോഴും ഉള്ളിൽ കൊണ്ടു നടന്ന ആളാണ് ക്രിസ്തുയേശു. യേശുവിന് ഏറ്റവും വലിയ കരുത്ത് അതായിരുന്നു. താൻ പിതാവിന്റെ പ്രിയ പുത്രനാണെന്നൊരു തിരിച്ചറിവും ഓർമ്മയും. തന്നെ സ്നേഹിക്കുന്ന പിതാവ്, അപ്പൻ എപ്പോഴും കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ്. ഇത് രണ്ടുമാണ് ഇനിയും ഞാൻ കണ്ടെത്തേണ്ടത്. ഇതുവരെയും കണ്ടെത്താനായിട്ട് ശ്രമിക്കാനില്ല. അങ്ങനെ ഒരു അറിവോ അവബോധമോ എത്തിയിരുന്നില്ല. യേശുവിനെ സംബന്ധിച്ച് ആ പിതാവ് ഒപ്പമുണ്ടായിരുന്നു എന്നുള്ള ഉറപ്പ് എത്ര വലുതായിരുന്നു. തനിക്കെതിരെ ഹൃദയം കഠിനമാക്കിയവരെയൊക്കെ യേശു നേരിടുന്നത് പിതാവിന് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 8, 9, 10 അധ്യായങ്ങൾ ഒന്ന് വായിച്ചാൽ മതി. ഇങ്ങനെയൊരു അവബോധം, ദൈവബോധം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഏതൊരാളും യേശുവിൽ നിന്നൊട്ടും അകലെയല്ല. 2 തരം ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ചിലരുടെ സാന്നിധ്യം നമ്മിലെ ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റുന്നുണ്ട്. മറ്റു ചിലരുടെ സാന്നിധ്യം നമ്മിലുള്ള ഒരുപക്ഷെ അല്പ വെളിച്ചത്തെ പോലും കെടുത്തിക്കളയുന്നുണ്ട്. ഓരോരുത്തരും ഉള്ളിൽ അനുഭവിക്കുന്ന ദൈവബോധത്തിന്റെ ഏറ്റക്കുറിച്ചിലാണ് ഇതിന് കാരണം. നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ഒരു സാന്നിധ്യ ബോധത്തിൽ സ്നേഹപൂർവം കുറച്ചു നേരമെങ്കിലും ഓരോ ദിവസവും ഇരിപ്പാനായിട്ട് അതിന് സാധിച്ചാൽ ഈ അവബോധം നമ്മൾ കുറെ കൂടി ആഴപ്പെടും. നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ഒരു സാന്നിധ്യ ബോധമുണ്ട്. സ്നേഹപൂർവം കുറച്ചു നേരം ആ ഒരു ഓർമ്മയിലിരിപ്പാനായിട്ട് ഏതൊരാൾക്കും സാധിക്കട്ടെ. അതെ, ഞായറാഴ്ച അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനമാണ്, പ്രാർത്ഥന മാത്രമല്ല. ആമേൻ.